നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കല്ലിങ്കാലിലും പുയ്യക്കരയിലും BRDCയുടെ പദ്ധതി. പ്രദേശത്ത് മലിനജലം നിറഞ്ഞു. പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി പടരുന്നു. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം തടയാൻ നടപടി വേണമെന്ന ആവശ്യം. മഹിളാ ജനതാദൾ കൺവെൻഷന് സമാപനം. സ്നേഹവും സൗഹൃദവും പങ്കിട്ട് ഇഫ്താർ സംഗമം. താഴെമൂവലിലും കൊട്ടിലങ്ങാട്ടും നടന്ന ഇഫ്താർ മീറ്റുകൾ ശ്രദ്ധേയമായി. കൊട്ടോടി ഗ്രാഡിപ്പള്ളം റോഡിന് അശാസ്ത്രീയമായ വീതി കൂട്ടൽ. ഗ്രാഡിപ്പള്ളത്തെ ജോസിന്റെ കുടുംബം അപകടഭീതിയിൽ. ഭൂരഹിതർക്ക് ഭൂമിയും ഭവനരഹിതർക്ക് വീടും എന്ന ആവശ്യമുയർത്തി KSKTU പ്രക്ഷോഭം തുടങ്ങും. സമരപ്രഖ്യാപന കൺവെൻഷൻ നടന്നു. തകർന്ന മാവുങ്കാൽ ശിശുമന്ദിരം റോഡിന് BJP പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ ശാപമോക്ഷം. വാർത്തകൾ വിശദമായി. പൊയ്യക്കരയിലും കല്ലിങ്കാലിലും BRDC വക വെള്ളക്കെട്ട്. ഡെങ്കിപ്പനി ഭീതിയിൽ പ്രദേശങ്ങൾ. BRDCയുടെ സ്ഥലത്ത് മലിനജലം കെട്ടിനിൽക്കുന്നത് പൊയ്യക്കര കല്ലിങ്കാൽ പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി പടരാൻ ഇടയാക്കുന്നു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ 3 പേർക്കാണ് ഇവിടെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. BRDC പ്രവർത്തനം പാതിവഴിയിൽ നിലച്ചതോടെയാണ് ഇവിടത്തുകാരുടെ ദുരിതം തുടങ്ങിയത്. പ്ലോട്ടായി തിരിച്ചിട്ട സ്ഥലത്ത് മലിനജലക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. പുഴയിലേക്ക് ഒഴുകിപ്പോകുന്ന വെള്ളമാണ് തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. ഡെങ്കിപ്പനി പടരുന്നതിൽ ജനങ്ങൾ ആശങ്കയിലാണെന്ന് പ്രദേശവാസിയായ ശ്രീധരൻ പറഞ്ഞു. ഈ കാണുന്ന ഈ റോഡിന്റെ ശോധനാവസ്ഥ തുടങ്ങിയിട്ട് ഏകദേശം വർഷം തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ്. പക്ഷേ ഈ തൊട്ടടുത്ത് ഇതിന് ഈ പഞ്ചായത്ത് ഭരിക്കുന്നവരും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പറും ഇവിടെ അടുത്ത് തന്നെയാണ്. എന്നിട്ടും ഈ റോഡ് തോടായി മാറിയിട്ട് ഏകദേശം ഇപ്വർഷം ആരംഭിച്ചെന്ന് മുതൽ തുടങ്ങിയതാണ്. പക്ഷേ ഇത് ഈ ഗ്രാമത്തെപ്പറ്റി ചിന്തിക്കാൻ ഒരു പഞ്ചായത്ത് അധികൃതരോ അതുപോലെ തന്നെ ഈ നാട്ടിലെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറോ ആരും ശ്രദ്ധിക്കുന്നില്ല. എന്തിനധികം പറഞ്ഞ് ഇവിടെ ഒരു അസുഖം വന്ന് ഒരാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവേണ്ടി ഓട്ടോറിക്ഷ പോലെ ഈ വഴി ഇവിടെ പോകുന്നില്ല. കാരണം പൊയ്യക്കര ഈ ഭാഗത്ത് റോഡിന്റെ ശോചനാവസ്ഥ എങ്ങനെ ആയതുകൊണ്ട് ഒരു വണ്ടി പോലും ഇങ്ങോട്ട് വരാൻ തയ്യാറാകുന്നില്ല. രാത്രി കാഞ്ഞങ്ങാടി അകപ്പെട്ടു പോയാൽ ഇവിടെ മെയിൻ റോഡിൽ വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ റോഡിൽ നിന്ന് വരണമെന്ന് കരുതിയാൽ പോലും ഒരു വണ്ടിയും വരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ റോഡ് ഇനിയും ഈ പഞ്ചായത്തുകൾ ശ്രദ്ധിക്കാതിരുന്നാൽ വിവേകാനന്ദ കലാകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അതുപോലെ ഇവിടുത്തെ നാട്ടുകാരെ സഹകരിച്ചുകൊണ്ട് വലിയൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആരോഗ്യവകുപ്പിന് പരാതി നൽകിയെങ്കിലും വേണ്ട നടപടി ഉണ്ടായിട്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. വെള്ളം പുഴയിലേക്ക് തിരിച്ചുവിടണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ടൂറിസത്തിനായി ആലോചിച്ച പദ്ധതികൾ നടപ്പിലാക്കാത്തതാണ് ജനങ്ങൾക്ക് ദുരിതം തീർത്തത്. രോഗങ്ങൾ മാത്രം സമ്മാനിക്കുന്ന വെള്ളക്കെട്ട് നീക്കിയില്ലെങ്കിൽ പ്രക്ഷോഭത്തിനിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ക്യാമറമാൻ ദിനേശനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമം തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മഹിളാ ജനതാദൾ കൺവെൻഷൻ. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കാൻ സർക്കാർ നടപടി കൈക്കൊള്ളണമെന്ന് മഹിളാ ജനതാദൾ യു ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. കോരൻ മാസ്റ്റർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് T. അജിത അധ്യക്ഷയായി. AV രാമകൃഷ്ണൻ, പ്രൊഫസർ AK ശങ്കരൻ, TV ബാലകൃഷ്ണൻ, PP സുന്ദരൻ, അഡ്വക്കേറ്റ് രാമചന്ദ്രൻ, ഗിരീഷ് കുന്നത്ത്, VK ചന്ദ്രൻ, K. കരുണാകരൻ മേസ്ത്രി തുടങ്ങിയവർ സംസാരിച്ചു. റോഡിന്റെ വീതി കൂട്ടിയപ്പോൾ വീട് അപകടാവസ്ഥയിൽ. കൊട്ടോടി ഗ്രാഡിപ്പള്ളത്തെ ജോസിന്റെ വീടാണ് അപകടാവസ്ഥയിലായത്. യാത്രയ്ക്ക് വീതി കൂടിയ റോഡൊരുങ്ങിയപ്പോൾ അപകടാവസ്ഥയിലായത് ഒരു കുടുംബം. കൊട്ടോടി ഗ്രാഡിപ്പള്ള റോഡരികിലെ ജോസഫിന്റെ കുടുംബമാണ് അപകട ഭീഷണിയിൽ കഴിയുന്നത്. മഴ കനത്തതോടെ വീട് ഏതു നിമിഷവും ഇടിഞ്ഞു വീഴുമെന്ന നിലയിലാണ്. കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ജോസഫിന് വീട് എങ്ങനെ നിലനിർത്താനാവും എന്ന ആശങ്കയിലാണ്. അപകടാവസ്ഥയിലായ വീടിന്റെ തകർച്ച ഒഴിവാക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് ഈ നിർധന കുടുംബം ആവശ്യപ്പെടുന്നത്. ഭൂരഹിതർക്ക് ഭൂമിയും ഭവനരഹിതർക്ക് വീടും അനുവദിക്കണമെന്ന ആവശ്യമുയർത്തി KSKTU പ്രക്ഷോഭം തുടങ്ങുന്നു. ഭൂരഹിത ഭവനരഹിത കൺവെൻഷൻ അജാനൂരിൽ നടന്നു.
ഭൂരഹിതർക്ക് ഭൂമിയും ഭവനരഹിതർക്ക് വീടും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജൂലൈ 8-ന് KSKTU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിക്കും. കളക്ടറേറ്റ് മാർച്ച് വിജയിപ്പിക്കാൻ KSKTU അജാനൂർ വില്ലേജ് കൺവെൻഷൻ തീരുമാനിച്ചു. KSKTU ജില്ലാ സെക്രട്ടറി VK രാജൻ ഉദ്ഘാടനം ചെയ്തു. നിയമം എന്ന് പറഞ്ഞാൽ കുടികിടപ്പുള്ളവർക്ക് മാത്രമേ ഭൂമിയുള്ളൂ. കുടികിടപ്പില്ലാത്തവർക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ല. അപ്പൊ എന്ത് വേണം? എല്ലാവർക്കും ഭൂമി വേണം. എന്ത് വേണം? അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ കയ്യിലുള്ള ഭൂമി കൊടുത്താൽ മാത്രം പോരാ, ജന്മിയുടെ കയ്യിലുള്ള ആയിരക്കണക്കിന് ഏക്കർ ഭൂമി പിടിച്ചെടുക്കണം. അപ്പൊ അതിനെന്ത് വേണം? അതിന് നിയമം നിർമ്മിക്കണം. എന്താണ് നിയമം? നിയമം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ കൈവശം വെക്കാൻ പറ്റുന്ന ഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അളവ് 15 ഏക്കറായിട്ട് നിജപ്പെടുത്തണമെന്ന് സർക്കാർ തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണ് ഭൂപരിഷ്കരണ നിയമം എന്ന് പറഞ്ഞ നിയമം നമ്മുടെ കേരളത്തിനകത്ത് ആദ്യമായിട്ട് വരുന്നത്. P. കുഞ്ഞിരാമൻ അധ്യക്ഷനായി. KSKTU ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, O. കൃഷ്ണൻ, P. കുഞ്ഞികൃഷ്ണൻ, MV രാഘവൻ എന്നിവർ സംസാരിച്ചു. SLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. BJP പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ മാവുങ്കാൽ ശിശുമന്ദിരം റോഡ് ഗതാഗത യോഗ്യമാക്കി. അജാനൂർ 28ാം ബൂത്ത് കമ്മിറ്റിയാണ് ശ്രമദാനത്തിന് ഇറങ്ങിയത്. ഏറെക്കാലമായി തകർന്നു കിടക്കുന്ന മാവുങ്കാൽ ശിശുമന്ദിരം റോഡ് നന്നാക്കാനാണ് BJP പ്രവർത്തകർ രംഗത്തിറങ്ങിയത്. കാടുമൂടിക്കിടന്നതിനാൽ ഈ റോഡ് വഴിയുള്ള യാത്ര ദുഷ്കരമായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ റോഡിന് താൽക്കാലികമായി അറ്റകുറ്റപ്പണി നടത്തി റോഡ് ഗതാഗത യോഗ്യമാക്കി. മാവുങ്കാലിൽ നിന്നും കാട്ടുകുളങ്ങര പ്രദേശത്തേക്ക് പോകുന്ന മെയിൻ റോഡായ ഈ ശിശുമന്ദിരത്തിലേക്കുള്ള ഈ റോഡ് ഇഴജന്തുക്കളുടെയും മറ്റ് സാമൂഹ്യ വിരുദ്ധരുടെയും താവളമാവാതിരിക്കാൻ കാട്ടുകുളങ്ങര ബൂത്ത് കമ്മിറ്റി ഈ റോഡ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും അത് കാട് വെട്ടിമാറ്റിയ പ്രവർത്തകർ റോഡ് പൂർണ്ണമായും ശുചീകരിച്ചു. കുഞ്ഞിരാമൻ കാട്ടുകുളങ്ങര, പ്രകാശൻ, ബാബു, ശ്രീധരൻ, അശോകൻ എന്നിവർ നേതൃത്വമേകി. രോഗബാധിതനായ യുവാവിന് പോലീസ് മർദ്ദിച്ചതായി പരാതി. ബല്ലാക്കടപ്പുറത്തെ അസൈനാറാണ് ഹോസ്ദുർഗ് പോലീസിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. ഹെൽമറ്റ് ധരിക്കാത്തതിന്റെ പേരിൽ കേസെടുത്ത യുവാവ് പിഴയടയ്ക്കാനായി സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. ബല്ലാക്കടപ്പുറത്തെ അസൈനാറയാണ് ഹോസ്ദുർഗ് സ്റ്റേഷനിലെ കൺട്രോൾ റൂമിലെത്തിയപ്പോൾ 2 പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചത്. ചെവിക്കും പുറത്തും മർദ്ദനമേറ്റ അസൈനാറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിലെത്തിയ പോലീസ് സംഘം കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയിൽ പറയുന്നു. എൻ്റെ പേര് അസൈനാർ. ഞാൻ ചെക്കിങ്ങിലാണ് എന്നെ പിടിച്ചത്. അവർ ചെക്കിങ്ങിൽ പിടിച്ചതിന് ശേഷം അവർ എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അടിക്കുകയും വയറ്റിന് ചവിട്ടുകയും പൂയും മണ്ണെന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞെന്ന് പറഞ്ഞതിന് ശേഷം നല്ലോണം തല്ലുകയും ചെയ്തു. 2 പ്രാവശ്യം തല്ലുകയും ചെയ്തു. അവർ ഉമ്മാനെയും ഭാര്യനെയും പുറത്ത് കൊടുത്തുകൂടെ എന്നെല്ലാം ചോദിച്ചേനെ. അവർ രാജേഷും മനോജ് എന്ന് പറഞ്ഞ ആൾ അത് പറഞ്ഞതിന് ശേഷം ഞാൻ ചൂടായതിനു ശേഷം അവർ രണ്ടാമത് നല്ലോണം തച്ചത് പറഞ്ഞതിന് ശേഷം ചെവിക്കാനടി ചെവിക്കുമ്പോഴായിരുന്നു. ഞാനൊരു കിഡ്നിക്ക് സുഖമില്ലാത്തൊരു വ്യക്തിയാണ്. കിഡ്നിയുടെ ഗുളിക കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ കാര്യങ്ങൾ കാണിച്ച് ജില്ലാ പോലീസ് മേധാവിക്കും കാഞ്ഞങ്ങാട് DYSPക്കും പരാതിപ്പെട്ടിട്ടുണ്ടെന്നും അസൈനാർ പറഞ്ഞു. DYFI അജാനൂർ 1 മേഖലാ സമ്മേളനം സമാപിച്ചു. മടിയനിലാണ് സമ്മേളനം നടന്നത്. DYFI അജാനൂർ 1 മേഖലാ സമ്മേളനം മടിയൻ മുരളി നഗറിൽ നടന്നു. DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി KT രവീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ ഏറ്റവും ആദ്യം ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമുണ്ട്. തൊഴിലാളികളെ കൂച്ചുവില കിടക്കുന്ന തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളുമായിട്ട് ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയാണ്. ഫാക്ടറി നിയമം ഇന്ത്യയിൽ കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്തിനകത്ത് ഫാക്ടറി നിയമവും ഫാക്ടറി ആക്ടും തൊഴിൽ തർക്ക നിയമവും കരാർ നിയമവുമെല്ലാം ഇന്ത്യക്കകത്ത് കൊണ്ടുവരികയാണ്. രാജസ്ഥാൻ ഗവൺമെന്റാണ്, BJP നേതൃത്വം കൊടുക്കുന്ന രാജസ്ഥാൻ ഗവൺമെന്റാണ് ഇന്ത്യക്കകത്ത് തൊഴിലാളികളെ കൂച്ചുവിലങ്ങിടുന്ന ഇത്തരം ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ സമീപനം ആദ്യമായിട്ട് പാസ്സാക്കുകയും നിയമസഭയ്ക്കകത്ത് പാസ്സാക്കുകയും അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. PV സനൽ അധ്യക്ഷനായി. രതീഷ് നെല്ലിക്കാട്ട്, പ്രദീപൻ മരക്കാപ്പ്, PV പ്രശാന്ത് കുമാർ എന്നിവർ സംസാരിച്ചു. P ഗംഗാധരൻ സ്വാഗതവും റിജേഷ് മടിയൻ നന്ദിയും പറഞ്ഞു. SFI കാഞ്ഞങ്ങാട് ഏരിയ പഠന ക്യാമ്പ് സമാപിച്ചു. രാവണേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ദ്വിദിന ക്യാമ്പ് നടന്നത്.
2 ദിനങ്ങളിലായി നടന്നുവന്ന SFI കാഞ്ഞങ്ങാട് ഏരിയ പഠന ക്യാമ്പ് സമാപിച്ചു. രാവണേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് DYFI ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അക്കാദമിക് പരമായ പ്രവർത്തനങ്ങളോടൊപ്പം മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ച് നന്നായി മനസ്സിലാക്കാനും പഠിക്കാനും അതുവഴി കൂടുതൽ ഉജ്ജ്വലമായ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുമെല്ലാം നമുക്ക് കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണ് നമ്മുടെ പഠന ക്യാമ്പ് എന്ന കാര്യത്തിൽ ഒരു സംശയം. SFI ഏരിയ പ്രസിഡന്റ് വൈശാഖ് ശോഭനൻ അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം VV രമേശൻ, SFI കേന്ദ്ര കമ്മിറ്റി അംഗം K സബീഷ്, A ദാമോദരൻ തണ്ണോട്ട്, K വിനോദ്, K നിതിൻ, K വിദ്യാധരൻ, നിർമ്മൽ കുമാർ കാടകം, AO വർഗീസ്, NK മനോജ് കുമാർ, രജീഷ് വെള്ളാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. കാലിക്കടവ് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വിവിധ മേഖലകളിലുള്ളവരെ അനുമോദിച്ചു. SSLC വിജയികൾക്ക് ഉപഹാരം നൽകി. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, ഹോസ്ദുർഗ് സബ് ജില്ലയിലെ മികച്ച അധ്യാപികയ്ക്കുള്ള നാഷണൽ ബിൽഡർ അവാർഡ് ലഭിച്ച അനിതാകുമാരി എന്നിവരെ കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും നൽകി. അനുമോദന യോഗം AK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തവണ നമ്മുടെ ഫ്രണ്ട്സ് സംഘടിപ്പിക്കുന്നത് വളരെ പ്രശംസനീയമായ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് നമ്മുടെ ഈ കൊച്ചു പ്രദേശത്ത് ഉള്ള അപാര ബന്ധം. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ SSLC വിജയികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. K ഗംഗാധരൻ അധ്യക്ഷനായി. അനിതകുമാരി, പ്രൊഫസർ V കരുണാകരൻ, P മുരളി, VV രഘു എന്നിവർ സംസാരിച്ചു. വെള്ളരിക്കുണ്ട് മഞ്ചേശ്വരം താലൂക്കുകളിൽ എക്സൈസ് സർക്കിൾ ഓഫീസും റേഞ്ച് ഓഫീസുകളും അനുവദിക്കണമെന്ന ആവശ്യം. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനമാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ആദൂർ ചെർള ചെക്ക് പോസ്റ്റുകളിൽ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. നീലേശ്വരം സഹകരണ അർബൻ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം നഗരസഭാ അധ്യക്ഷ V ഗൗരി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സർക്കാർ ജീവനക്കാരും അതോടൊപ്പം തന്നെ അധ്യാപകരും ഗസ്റ്റ് ഓഫീസർ അസോസിയേഷനും ഒക്കെ സമരരംഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലയളവിലാണ് വളരെ പ്രാധാന്യമുള്ള ഒരു ജില്ലാ സമ്മേളനം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടത്തപ്പെടുന്നു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M ശ്രീധരൻ അധ്യക്ഷനായി. VV സുരേന്ദ്രൻ, TS ബൈജു, PP മുഹമ്മദ്, P പ്രേമൻ, K സുരേഷ് ബാബു, V ശ്രീജിത്ത്, K പീതാംബരൻ എന്നിവർ സംസാരിച്ചു. M അനിൽകുമാർ സ്വാഗതവും TV ബിനു നന്ദിയും പറഞ്ഞു. ഇനി പുണ്യം തേടി. നന്മ കൊട്ടിലങ്ങാട് വെൽഫെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമവും ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു. റഹ്മാനിയ മദ്രസ ഗ്രൗണ്ടിൽ വെച്ചാണ് പരിപാടി നടന്നത്. പുണ്യമാസത്തിന്റെ നന്മകൾ പങ്കിട്ട് നന്മ കൊട്ടിലങ്ങാട് വെൽഫെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഇഫ്താർ സംഗമം ഒരുക്കി. റിലീഫും ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു. NA നെല്ലിക്കുന്ന് MLA റിലീഫ് വിതരണം ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് RDO N ദേവിദാസ് മുഖ്യാതിഥിയായി. വത്സൻ പിലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം കാര്യമ്പു, MSS സംസ്ഥാന സെക്രട്ടറി ഹംസ പാലക്കി, PP അസീസ്, R നാസർ, അബ്ദുള്ള, CM തുടങ്ങിയവർ സംസാരിച്ചു. മജീദ് കൊട്ടിലങ്ങാട് സ്വാഗതവും ബഷീർ ചാപ്പന നന്ദിയും പറഞ്ഞു. സൗഹൃദവും സ്നേഹവും പങ്കിട്ട് താഴെ മൗവലിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. ടീം മൗവൽ, ഇന്ത്യൻ സ്പോർട്സ് കൾച്ചറൽ സെന്റർ ബേക്കൽ സംയുക്തമായാണ് ഇഫ്താർ മീറ്റ് ഒരുക്കിയത്.
പുണ്യമാസത്തിന്റെ നല്ല ദിനങ്ങളെ സ്നേഹസമ്പന്നമാക്കാൻ ബേക്കൽ മൗവലിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പേർ ഇഫ്താർ വിരുന്നിലെത്തി. ഒരുമയുടെ സന്ദേശം കൈമാറി എല്ലാ വിഭാഗം ജനങ്ങളും ഇഫ്താറിൽ പങ്കെടുത്തു. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ ഉദ്ഘാടനം ചെയ്തു. പല സ്ഥലത്തും കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും നോമ്പ് പിടിച്ചവർക്ക് വാരിക്കോരി അങ്ങനെ അധികം ഭക്ഷണം കഴിക്കാനും കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളത്. അത്രയധികം കഴിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. പക്ഷെ പല നോമ്പ് തുറകളിലും വലിയ വലിയ കല്യാണങ്ങളിൽ ഉണ്ടാകുന്ന പോലുള്ള വിഭവ സമൃദ്ധമായിട്ടുള്ള നോമ്പ് തുറ കാണുമ്പോഴാണ് ഇങ്ങനെയുള്ളത്. അനീഫ മൗവൽ അധ്യക്ഷനായി. കുന്നൂച്ചി കുഞ്ഞിരാമൻ, ഫാദർ ഡൊമിനിക്, മൊയ്തു ഹദാദ് നഗർ, രാജേന്ദ്ര പ്രസാദ്, ഹക്കീം കുന്നിൽ, A ഹമീദ് ഹാജി, അസീസ് താഴെ മൗവൽ, നൌഷാദ്, ഇക്ബാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. SKSSF റംസാൻ പ്രഭാഷണത്തിന് കാസർഗോഡ് പ്രജ്വല തുടക്കം. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് പരിപാടി. നന്മയുടെ വസന്തം, നേരിന്റെ സുഗന്ധം എന്ന വിഷയത്തെ ആസ്പദമാക്കി SKSF ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന റംസാൻ പ്രഭാഷണത്തിന് തുടക്കമായി. സ്വാഗത സംഘം ചെയർമാൻ ഖത്തർ ഇബ്രാഹിം ഗാജി കളനാട് പതാക ഉയർത്തി. സമസ്ത ജില്ലാ പ്രസിഡന്റ് ത്വാഖ അഹമ്മദ് മൗലവി ഉദ്ഘാടനം ചെയ്തു. കേവലം ദേഹേച്ഛ കൊണ്ട് വിലയിരുത്തപ്പെട്ട് അത് സ്വീകരിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ് ഇന്ന് ലോകത്ത് ആകമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഹക്കോ ബാത്തിലോ ദീനിന്റെ വീക്ഷണമനുസരിച്ചാണോ, അത് ദീനിന്റെ വീക്ഷണത്തിൽ നിന്ന് എന്തെങ്കിലും വ്യതിയാനം അതിൽ വരുന്നുണ്ടോ എന്നുള്ള യാതൊരു രൂപത്തിലുള്ള ചിന്തയും കൂടാതെ സ്വന്തം ദേഹേച്ഛക്ക് തടിഹവാക്ക് ഇഷ്ടമായതെന്തും ദീനിന്റെ കാര്യങ്ങളിൽ സ്വീകരിക്കുക എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഇന്ന് ലോകത്ത് പൊതുവേ കാണാവുന്നതാണ്. താജുദ്ദീൻ ദാരിമി പടന്ന അധ്യക്ഷനായി. ഭക്ഷണം ആരോഗ്യത്തിന്, രോഗത്തിനല്ല എന്ന വിഷയത്തിൽ അബ്ദുൽ മജീദ് ബാഖാവി തളങ്കര പ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി ഇബ്രാഹിം ഫൈസി JDR, SP സലാഹുദ്ദീൻ, അബൂബക്കർ സ്വാലൂദ് നിസാമി, U ബഷീർ ഹാജി, സുഹേർ അസ്ഹാരി, KM സൈനുദ്ദീൻ ഹാജി, അബ്ബാസ് ഫൈസി, ദൃശ്യ മുഹമ്മദ്, മൊയ്തീൻ കുഞ്ഞി ചെർക്കള എന്നിവർ സംബന്ധിച്ചു. ഉദയംകുന്ന് ഗ്രാമങ്ങളിൽ വേപ്പിൻ തൈകൾ വിതരണം ചെയ്തു. സൂര്യോദയ ക്ലബ് രൂപീകരണവും നടന്നു. കാഞ്ഞങ്ങാട് ഉദയംകുന്ന് മാവുങ്കാൽ വഴി ജില്ലാ ആശുപത്രിയിലേക്ക് ബസ് സർവീസ് ആരംഭിക്കണമെന്ന് സൂര്യോദയ ക്ലബ് രൂപീകരണ യോഗം ആവശ്യപ്പെട്ടു. പ്രദേശത്തെ ആദ്യകാല കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ക്ലബ് രൂപീകരണ യോഗം കർഷകൻ VK ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. V ബാബു അധ്യക്ഷനായി. V ബാലകൃഷ്ണൻ, P നാരായണൻ എന്നിവർ സംസാരിച്ചു. V ബാബുരാജിനെ പ്രസിഡന്റായും V ശരണിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. നിർമ്മാണ തൊഴിലാളി അമ്പലത്തുകര ഡിവിഷൻ CITU വില്ലേജ് കൺവെൻഷൻ നടന്നു. SLC വിജയികളെ അനുമോദിച്ചു. നിർമ്മാണ തൊഴിലാളി അമ്പലത്തുകര ഡിവിഷൻ CITU വില്ലേജ് കൺവെൻഷൻ പൂത്തക്കാൽ സ്കൂളിൽ നടന്നു. ചടങ്ങിൽ SSLC വിജയികൾക്ക് ഉപഹാരം നൽകി. ജില്ലാ സെക്രട്ടറി M രാമൻ ഉപഹാരം വിതരണം ചെയ്തു. ജനങ്ങളെ ഈശ്വരനാണ്. ഈശ്വരൻ ആരെയും പ്രാർത്ഥിക്കുന്നോ, ജനങ്ങളെ ആരെ സേവ ചെയ്യുന്നോ, ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് പെൻഷൻ, അവർക്ക് വീട്, അവർ കഷ്ടപ്പെടുന്ന ഓടിച്ചാടുന്ന ആരുണ്ടോ അവരാണ് യഥാർത്ഥ ഭക്തന്മാർ. അതുകൊണ്ട് ജനങ്ങളെ നമ്മൾ ആരും നോക്കണ്ട, അവർക്ക് നമ്മൾ സേവയ്ക്ക് ചേർക്കാം. അങ്ങനെ ഒരു യോഗം വിളിച്ചു. 10-100 ആൾ 101. ജില്ലാ കമ്മിറ്റി അംഗം M കുഞ്ഞമ്പു, A കുഞ്ഞികൃഷ്ണൻ, EV കുഞ്ഞിരാമൻ, KV ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. VK ശശി അധ്യക്ഷനായി. PP ജയൻ സ്വാഗതം പറഞ്ഞു. സൗജന്യ ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. SNDP യോഗം കാസർഗോഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് പദ്ധതി ആരംഭിച്ചത്. SNDP യോഗം കാസർഗോഡ് യൂണിയൻ നേതൃത്വത്തിൽ മൈക്രോ ഫിനാൻസ് അംഗങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ബീമാ യോജന ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം പുലിക്കുന്ന് ശ്രീ ഐവർ ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്രസ്ഥാനികൻ മഞ്ജു കാർണവർ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗത്തിന്റെ കീഴിലുള്ള മുഴുവൻ സ്വാശ്രയ സംഘങ്ങളിലെയും അംഗങ്ങളെ സൗജന്യമായി ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പദ്ധതി ആദ്യമായി കാസർഗോഡിൽ നടപ്പിലാക്കുന്നത്. 1500ഓളം അംഗങ്ങൾക്കുള്ള തുക യൂണിയൻ നൽകുന്നതാണ്. ഉദ്ഘാടന യോഗത്തിൽ പ്രസിഡന്റ് നാരായണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി ഗണേഷ് പാറക്കട്ട പദ്ധതിയെക്കുറിച്ച് ക്ലാസ് എടുത്തു.
അഡ്വക്കേറ്റ് പി.കെ. വിജയൻ, കൗൺസിലർമാരായ രാമൻ ഉദയഗിരി, വെള്ളുങ്കൻ മാസ്റ്റർ, കുഞ്ഞിരാമൻ ഇരിയണ്ണി, കൃഷ്ണൻ ഗുരുനഗർ, മോഹനൻ മീപ്പുകുരി, ജയനന്ദ, വനിതാ സംഘം പ്രസിഡന്റ് മോഹിനി ഹരീഷ്, നിർമ്മല നാരമ്പാടി, ശോഭന മുളിയാർ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് കെ.ടി. കിഷോർ എന്നിവർ സംസാരിച്ചു. ഗണേശ് പാറക്കട്ട സ്വാഗതവും A.T. വിജയൻ നന്ദിയും പറഞ്ഞു. എറണാകുളം KSM മജ്ലിസിന്റെ ആഭിമുഖ്യത്തിലുള്ള ബദരീങ്ങൾ ആണ്ടുനേർച്ച 2-ന് നടക്കും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. എറണാകുളം KSM മജ്ലിസിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ 2 വ്യാഴാഴ്ച ബദ്രീങ്ങൾ ആണ്ടുനേർച്ചയും പ്രാർത്ഥനാ സമ്മേളനവും സംഘടിപ്പിക്കുന്നു. രാവിലെ 8 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ ഷംസുദ്ദീൻ ഖാൻ തളങ്കര പതാക ഉയർത്തും. തുടർന്ന് ബദർമാല ആസ്വാദനം, തൗബ മജ്ലിസ്, തസ്കിയത്ത് ക്യാമ്പ്, ബദർ മൗലിദ് ജൽസ, ഖുർആൻ പാരായണം എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1:30 നടക്കുന്ന ബദ്രീങ്ങൾ ആണ്ടുനേർച്ചയും പ്രാർത്ഥനാ സമ്മേളനവും യഹ്യൽ ബുഖാരി തങ്ങൾ മടവൂർ കോട്ട ഉദ്ഘാടനം ചെയ്യും. അബ്ദുറഹീം അൽ ബുഖാരി തങ്ങൾ മലപ്പുറം അധ്യക്ഷത വഹിക്കും. അന്നദാനം, ഇഫ്താർ മീറ്റ് എന്നിവയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിശ്വാസികൾക്ക് റംസാൻ 17 പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അഥവാ അന്നാണ് ബദർ ദിനം. ഒരു സായുധ പോരാട്ടത്തിന്റെ സന്ദേശമല്ല ബദർ ദിനം സമ്മാനിക്കുന്നത്, മറിച്ച് പ്രാതികൂല്യങ്ങൾ എത്ര കരുത്തുറ്റതായാലും അതിജീവിക്കാനുള്ള ആത്മവീര്യമാണ് ബദർ ദിനം വിശ്വാസികൾക്ക് നൽകുന്ന സന്ദേശം. ബദരീങ്ങൾ ആണ്ടുനേർച്ചയും പ്രാർത്ഥന സമ്മേളനവും നടക്കുകയാണ്. അന്ന് രാവിലെ 8 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ ഷംസുദ്ദീൻ ഖാൻ തളങ്കര പതാക ഉയർത്തും. തുടർന്ന് തൗബ മജ്ലിസ്, ബദർമാല ആസ്വാദനം, തസ്കിയത്ത് ക്യാമ്പ്, ബദർ മൗലിദ് ജൽസ, ഖുർആൻ പാരായണം തുടങ്ങിയവ നടക്കും. ഷംസുദ്ദീൻ ഖാൻ തളങ്കര, B.A. ബഷീർ, ബീജൻ തടുക്ക, K.M. മുഹമ്മദ്, എറണാകുളം, അസീസ് അസ്രി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അപകടങ്ങൾ പതിവായ കാര്യങ്കോട് മുതൽ മയീച്ച വരെയുള്ള ദേശീയപാതയോരം ശുചീകരിച്ച കോൺഗ്രസ് പ്രവർത്തകർ മാതൃകയായി. മയീച്ച ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. പാതയോരത്തെ കുറ്റിക്കാടുകൾ നീക്കം ചെയ്ത് കാൽനടയാത്രയ്ക്ക് അനുയോജ്യമാക്കി. അപകട ഭീഷണി ഉയർത്തി റോഡിലേക്ക് വളർന്നു നിന്നിരുന്ന മരക്കൊമ്പുകൾ വെട്ടിമാറ്റി. E.T. രവീന്ദ്രൻ, രതീഷ് മയീച്ച, M.V. സുധാകരൻ, T.P. നാരായണൻ, ജയപ്രകാശ്, C.M. സുകുമാരൻ, ഷാജി T.P. തുടങ്ങിയവർ നേതൃത്വം നൽകി. സുഗമമാറ്റി യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. അതിന് വേണ്ടി അധികാരികൾ പഞ്ചായത്തിൽ ഇപ്പോൾ പറയും ഇന്ന് പത്രത്തിൽ നേരത്തെ ഇത്രയും കാലത്തിന് പിന്നെ ഈ തെരുവ് ഈ കത്തുന്നില്ല. അങ്ങനെ വളരെ അനാസ്ഥ കൊണ്ട് അതിനെതിരെ നമ്മളൊരു കൂട്ടായി ജനകീയ കൂട്ടായ കോൺഗ്രസ് അതിന് എത്രയും നടന്നത്. അതേസമയം പ്രദേശത്ത് അപകടങ്ങൾ കുറയ്ക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി റവന്യൂ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ചിരുന്നു. ADM H. ദിനേശൻ, തഹസിൽദാർ YMC സുകുമാരൻ, ദേശീയപാത വിഭാഗം എഞ്ചിനീയർമാർ എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത്. പ്രദേശത്തെ അപകട സാധ്യതകൾ നാട്ടുകാർ സംഘത്തിന് മുന്നിൽ വിവരിച്ചു. കാര്യങ്കോട് മുതൽ ചെറുവത്തൂർ RTO ചെക്ക് പോസ്റ്റ് വരെ വാഹനങ്ങളുടെ വേഗം കുറയ്ക്കാൻ ഉടൻ നടപടിയുണ്ടാകുമെന്ന് ADM നാട്ടുകാർക്ക് ഉറപ്പു നൽകി. മയീച്ച അപകട മേഖലയെന്ന നിലയിൽ സൂചനാ ബോർഡുകൾ അടുത്ത ദിവസം സ്ഥാപിച്ചു തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ വെള്ളിയാഴ്ച നിയന്ത്രണം വിട്ട കാർ വൈദ്യുത തൂൺ ഇടിച്ചു തകർത്ത് കുഴിയിലേക്ക് മറിഞ്ഞിരുന്നു. രക്ഷാപ്രവർത്തനത്തിലെത്തിയ രജീഷ് എന്ന യുവാവ് വൈദ്യുതാഘാതമേറ്റ് മംഗലാപുരം ആശുപത്രിയിൽ ചികിത്സയിലാണ്. അനശ്വരമായ അഭ്രകാവ്യങ്ങൾ രചിച്ച ലോഹിതദാസിന്റെ 6ാം ചരമവാർഷിക ദിനത്തിൽ നീലേശ്വരത്ത് അനുസ്മരണം. നീലേശ്വരം കൊട്ടുംപുറത്തെ ലോഹിതദാസ് ഫാൻസാണ് അനുസ്മരണ പരിപാടി ഒരുക്കിയത്. കൊട്ടുംപുറത്ത് നടന്ന അനുസ്മരണ സമ്മേളനവും ആദരിക്കൽ ചടങ്ങും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് PV ഷാജികുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു സിനിമയും ലോഹിതദാസിനെ സംബന്ധിച്ചിടത്തോളം ലോഹിതദാസിന്റെ ഏകദേശം 98% ഏകദേശം 35ഓളം സിനിമകൾക്ക് തിരക്കഥ ഒരുക്കിയിട്ടുണ്ട്. അതിൽ 33ഓളം സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. പക്ഷെ ഓരോ സിനിമയും ഓരോ തവണ കാണുമ്പോഴും വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു ദൃശ്യവിസ്മയം ലോഹിതദാസിന്റെ രചനകൾക്കുണ്ട്. കൗമാരകാലത്താണ് വാത്സല്യം എന്ന സിനിമ. നഗരസഭാ കൗൺസിലർ E. ദാക്ഷായണി അധ്യക്ഷയായി. ഗുരുപൂജ അവാർഡ് നേടിയ നാടക കലാകാരൻ M. ഭാസ്കരൻ മാസ്റ്റർ, പൂരക്കളി കലാകാരൻ K.V. ചന്ദ്രൻ പണിക്കർ, തെയ്യം കലാകാരൻ P.V. സുരേഷ് ബാബു അഞ്ഞൂറ്റാൻ, സിനിമാ പ്രവർത്തകൻ റിതേഷ് ബംഗളം എന്നിവരെ ആദരിച്ചു. വിശിഷ്ട വ്യക്തികളെ K.N. കീപ്പേരി പരിചയപ്പെടുത്തി. എറവാട്ട് മോഹനൻ, കൗൺസിലർ P. ഭാർഗവി, T. രാധാകൃഷ്ണൻ, EVC നീലേശ്വരം എന്നിവർ സംസാരിച്ചു. ഷിബു സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കല്ലിങ്കാലിലും പൂയക്കരയിലും BRDCയുടെ പദ്ധതി. പ്രദേശത്ത് മലിനജലം നിറഞ്ഞു. പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി പടരുന്നു. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം തടയാൻ നടപടി വേണമെന്ന ആവശ്യം. മഹിളാ ജനതാദൾ കൺവെൻഷന് സമാപനം. സ്നേഹവും
സൗഹൃദവും പങ്കിട്ട് ഇഫ്താർ സംഗമം. താഴെമൂവലിലും കൊട്ടിലങ്ങാട്ടും നടന്ന ഇഫ്താർ മീറ്റുകൾ ശ്രദ്ധേയമായി. കൊട്ടോടി ഗ്രാഡിപ്പള്ളം റോഡിന് അശാസ്ത്രീയമായ വീതി കൂട്ടൽ. ഗ്രാഡിപ്പള്ളത്തെ ജോസിന്റെ കുടുംബം അപകടഭീതിയിൽ. ഭൂരഹിതർക്ക് ഭൂമിയും ഭവനരഹിതർക്ക് വീടും എന്ന ആവശ്യമുയർത്തി KSKTU പ്രക്ഷോഭം തുടങ്ങും. സമരപ്രഖ്യാപന കൺവെൻഷൻ നടന്നു. തകർന്ന മാവുങ്കാൽ ശിശുമന്ദിരം റോഡിന് BJP പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ ശാപമോക്ഷം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.